അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഹദീസിന്റെ പുസ്തകം നിങ്ങളെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഇതുവരെ എടുത്ത ഹദീസുകളടക്കം ഒരു ഫോട്ടോസ്റ്റാറ്റ് പുസ്തക രൂപത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വെറുതെ തന്നതല്ല, പഠിക്കാൻ വേണ്ടി തന്നതാണ്. ആ പുസ്തകം കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കുറച്ച് കോപ്പി കൂടി ഇവിടെ ഉണ്ട്, അതെടുക്കാവുന്നതാണ്. ഞാൻ ആ പുസ്തകം തന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വെറുതെ കിട്ടുന്നതൊക്കെ വാങ്ങി വെച്ച് അത് എടുത്തു വെക്കുന്ന ഒരു സ്വഭാവമല്ല. പഠിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാൽ മതി, പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാകണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പുസ്തകം വെച്ച് ഹദീസ് പഠനം തുടങ്ങുകയാണ്. ഇതുവരെ പഠിച്ച ഹദീസുകൾ നമ്മൾ പുസ്തക രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തു. നമ്മളെ പുസ്തകത്തിന്റെ പേരെന്താ? ചട്ടലെന്താ പേരുള്ളത്? അൽ അഹാദീസു സഹീഹ ലിൽ ഹിഫ്ള്. സഹീഹായ ഹദീസുകളാണ്. എന്തിനാണ്? ലിൽ ഹിഫ്ളി, മനപ്പാടാക്കാനാണ്. അപ്പൊ നമ്മൾ മനപ്പാടാക്കി തന്നെ വേണം. ആ ഹിഫ്ള് ചട്ടയിൽ നിന്നാ പോരാ, നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ഹിഫ്ള് ഉണ്ടാകണം. ഇനി അതിന്റെ 1-ാമത്തെ പേജ് തുറന്നു നോക്ക്. എന്താ വായിക്കുക? 20 ഹദീസൻ. അല്ല, ചട്ട കഴിഞ്ഞ ഉടനുള്ള പേജ്, ഹദീസുക്കൊന്നും കിടക്കണ്ട. 20 ഹദീസൻ ലിൽ ഹിഫ്ളി മിൻ കിതാബി അൽ അർബഈന നബവിയ്യ. നമ്മൾ 20 ഹദീസാണ് ആദ്യം പഠിക്കുന്നത്. അതാണ് 20 ഹദീസൻ. 20 എന്ന് പറഞ്ഞാൽ 20. 20 ഹദീസൻ ലിൽ ഹിഫ്ള്. ഈ 20 ഹദീസ് നമ്മൾ എടുത്തിട്ടുള്ളത് എവിടുന്നാണ്? മിൻ കിതാബി അൽ അർബഈന നബവിയ്യ. അൽ അർബഊന നബവിയ്യ എന്ന കിതാബിലുള്ള ചെറിയ 20 ഹദീസുകളാണ്. അതന്നെ, ചെറിയ 20 ഹദീസുകളാണ്. അതല്ല, നമ്മൾ പുതിയ പുസ്തകം കിട്ടിയില്ലേ, അതിലുണ്ട് ഹദീസ് ബുക്ക്. കേട്ട്, ഇതാണ് നമ്മളെ ഹദീസ് ബുക്ക്. ഹദീസിന്റെ പീരീഡ് ഈ പുസ്തകമായിട്ട് ഇരിക്കണം. ചിലപ്പോ ഈ പുസ്തകത്തിൽ ഇല്ലാത്ത വിഷയങ്ങൾ സംസാരിക്കും. ഇതിൽ നോട്ട് എഴുതാൻ സ്ഥലമുണ്ട്, ഇത് മതിയായിക്കൊള്ളുന്നില്ല. അപ്പോ നിങ്ങളെ പുസ്തകം ഒരു ഹദീസിനൊരു സെപ്പറേറ്റ് നോട്ട് ബുക്ക് വേണം, നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ. ശരി, അൽ അർബഊന നബവിയ്യ എന്ന കിതാബിൽ നിന്നെടുത്ത അതിൽ പൊതുവെ അതിലുള്ള ചെറിയ ഹദീസുകളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. 20 ഹദീസ്. അപ്പോ ഇന്ന് 1-ാമത്തെ ഹദീസ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് അൽ അർബഊന നബവിയ്യ, ആ കിതാബിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങൾക്കൊരു നോട്ട് തന്നത്. ഈ നോട്ട് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ വാങ്ങണം. ഇതിങ്ങനെ പേപ്പറായി കിടന്നാൽ പോരാ, നമ്മളെ നോട്ട് ബുക്കിൽ ഇത് എഴുതി വെക്കണം. ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കോളി. ഇതിൽ 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 5 കാര്യം. ഈ 5 കാര്യം നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിന് പുറമെ 1-2 കാര്യങ്ങൾ കൂടി പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കും. ഹദീസ് ക്ലാസിന്റെ സമയം ഇൻഷാ അല്ലാഹ് ഒരു 20 മിനിറ്റാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും 1-2 മിനിറ്റ് കൂടിയാലും മാക്സിമം 25 മിനിറ്റിന്റെ മുമ്പിൽ പോകൂല. അതിന്റെ ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. നുബ്ദത്തുൻ അൻ കിതാബി അൽ അർബഈന നബവിയ്യ. അൽ അർബഊന നബവിയ്യ എന്ന കിതാബിനെ സംബന്ധിച്ചൊരു ചെറിയ വിവരണം. നുബ്ദത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, ചെറു വിവരണം, ബ്രീഫ്, നുബ്ദ. മുഅല്ലിഫു ഹാദൽ കിതാബ്, ഈ പുസ്തകത്തിന്റെ രചയിതാവ്, ഇതിന്റെ മുഅല്ലിഫ് അബൂ സഖരിയ
യഹ്യ ഇബ്നു ഷറഫ് അൻ-നവവി, ഇമാം നവവിയാണ്. ഇമാം നവവി എന്നുള്ള പേര് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ടാകും അല്ലേ? രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന അൽ ഇമാമുൻ നവവി, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അബൂ സഖരിയ്യ, യാവിന് ശദ്ദുണ്ടാവും. അബൂ സഖരിയ്യ യഹ്യ ഇബ്നു ഷറഫ് അൻ-നവവി റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ കാലയളവ്, അദ്ദേഹം ജീവിച്ച കാലയളവ് ഹിജ്റ 631 മുതൽ ഹിജ്റ 676 വരെയാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കണം കേട്ടോ. നമ്മളിത് നോട്ടാക്കി തന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിനാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടാ പോണത്, ക്ലാസ് അല്ല, പഠനാണ്. അപ്പോ ഈ ഒരു സൗകര്യം ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യണം? പരമാവധി ഉപയോഗപ്പെടുത്തണം. ഹിജ്റ 631 ജനിക്കുന്നത്. ഹിജ്റ 676 മരിച്ചും ചെയ്തു. അപ്പൊ എത്ര വർഷം ജീവിച്ചിട്ടുണ്ടാകും? 45 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ആര്? മഹാനായ അൽ ഇമാമുൻ നവവി റഹിമഹുല്ല. ഇസ്മുൽ കിതാബിൽ കാമിൽ, ഈ പുസ്തകത്തിന്റെ പരിപൂർണമായ പേര് നമ്മൾ അൽ അർബഊന നബവിയ്യ എന്നാണ് ചെറുതായിട്ട് പറയാ. ആ പുസ്തകത്തിന്റെ പൂർണ്ണ പേര് അൽ അർബഊന ഫീ മബാനിൽ ഇസ്ലാമി വ ഖവാഇദിൽ അഹ്കാം. അൽ അർബഊന ഫീ മബാനിൽ ഇസ്ലാം വ ഖവാഇദിൽ അഹ്കാം, ഇതാണ് പുസ്തകത്തിന്റെ പൂർണ്ണ പേര്. അൽ അർബഊന ഫീ മബാനിൽ ഇസ്ലാമി വ ഖവാഇദിൽ അഹ്കാം. അൽ അർബഊൻ എന്ന് പറഞ്ഞാ 40, അഥവാ 40 ഹദീസുകൾ. ഫീ മബാനിൽ ഇസ്ലാം, ഇസ്ലാം അതിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പറയുന്ന 40 ഹദീസുകളാണ്. വ ഖവാഇദിൽ അഹ്കാം, ഹുക്മുകളുടെ, വിധിവിലക്കുകളുടെ ഖായിദകൾ, അതിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ തൂണുകൾ. അപ്പൊ ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുത്ത 40 ഹദീസുകൾ എന്നാണ് ഇതിന്റെ പേര്, പുസ്തകത്തിന്റെ പേര്. അതിൽ എത്ര ഹദീസ് ഉണ്ട് ഈ കിതാബില്? ഫീഹി 42 ഹദീസൻ. 40 ഹദീസുകൾ നമ്മൾ പറയാം, പക്ഷെ 42 ഹദീസ് ഉണ്ട്. 42 ഹദീസുകൾ ഈ കിതാബില് ഉണ്ട്. ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്, അൽ അർബഊന നവവിയ്യ. പക്ഷെ അതിൽ എത്ര ഹദീസ് ഉണ്ട്? 42 ഹദീസ് ഉണ്ട്. അതിൽ തർജമ പരിഗണിച്ചുകൊണ്ട്, അതിന്റെ ഹെഡിങ്ങൾ പരിഗണിച്ചുകൊണ്ട് 42 ഹദീസുകൾ ഉണ്ട്. എന്നാൽ ഒരു ഹെഡിങ്ങിന് കീഴിൽ തന്നെ 2 ഹദീസ് വന്ന ഒരു സ്ഥലമുണ്ട്. അതേതാ സ്ഥലം? മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. അതിന്റെ മുകളിലെ ഹദീസ് എന്താ? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ. ഒറ്റ തർജമയുടെ 2 ഹദീസ് വന്നു. അങ്ങനെ കൂട്ടുമ്പോൾ 43 ഹദീസുകൾ ഉണ്ടാകും. ശരി, ഈ 42 ഹദീസുകൾ, പിന്നെ എന്താ 40 ഹദീസ് എന്ന് പറയാൻ കാരണം? അത് അറബികളുടെ ഒരു ശൈലിയാണ്. ഹദ്ഫുൽ കസ്രി സായിദ്, റൗണ്ടാക്കി പറയില്ലേ നമ്മള്, ഒരു 2 ഏറുള്ളതൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്യും. ഹദ്ഫു അൽ കസ്രി സായിദ് എന്നാ പറയാ. എന്തെങ്കിലും കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ പറയലുണ്ടല്ലോ സാധാരണ, റൗണ്ടാക്കി പറയാം, 2 ഒഴിവാക്കിയിട്ട്. ആ പരിപാടിയാണ്, അത് അറബിയിലും ഉണ്ട്. അതാണ് 42 ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു? 40 നമ്മൾ റൗണ്ടാക്കി പറഞ്ഞു. അതിനാണ് ഹദ്ഫു അൽ കസ്ർ അസ്സായിദ് എന്ന് പറയും. തയ്യിബ്, ഇതിൽ ഫീഹി 29 ഹദീസൻ മിൻ സഹീഹൈ അൽ ബുഖാരി വ മുസ്ലിം. ഇതിൽ അധിക ഹദീസുകളും ഇമാം സഹീൽ ബുഖാരിന്നും സഹീഹ് മുസ്ലിം എന്നുള്ള ഹദീസാണ്. 42 ഹദീസുകളിൽ ഭൂരിഭാഗം ഹദീസുകളും ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. 29 ഹദീസ് എവിടുന്നാണ്? സഹീൽ ബുഖാരിന്നും സഹീഹ് മുസ്ലിം എന്നാണ്. ബാക്കി 13 ഹദീസ് എന്തുള്ളൂ? ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കാത്ത ഹദീസുകളുള്ളൂ. മനസ്സിലായില്ലേ? 29 ഹദീസുകൾ എവിടുന്നാണ്? ബുഖാരി മുസ്ലിം എന്നാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം കേട്ടോ. 5-മത്തെ ഒരു കാര്യം, ജമഅ അൻ-നവവി ഫീഹി
26 حديثا من الأحاديث الكلية لابن الصلاح رحمه الله. 42 ഹദീസുകളിൽ 26 ഹദീസ് അബുസ്സലാഹ് ഹിജ്റ 643 മരണപ്പെട്ട അൽ മുതവഫ സനത 643 ഹിജ്റ 643 മരണപ്പെട്ട ഇബ്നു സലാഹ് ഒരു മുഹദ്ദിസാണ്. അബൂ അംർ ഉസ്മാൻ ഇബ്നു അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ഇബ്നു സലാഹ് റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ അൽ അഹാദീസുൽ കുല്ലിയ്യ, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് മദാറുൽ ഇസ്ലാം എന്ന് രേഖപ്പെടുത്തിയ ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ച് ക്ലാസ് എടുത്തു കൊടുത്തതാണ്. 26 ഹദീസുകൾ. ആ 26 ഹദീസാണ് ഇമാം നബവി റഹിമഹുല്ല എടുത്തിട്ടുള്ളത്. ബാക്കി 16 ഹദീസുകൾ എന്ത് ചെയ്തു? ഇമാം നബവി റഹിമഹുല്ല ചേർത്തു വെച്ചു. അതാണ് അദാഫ ഇലൈഹ 16 ഹദീസൻ. 26 ഹദീസ് ആരതാണ്? ഇബ്നു സലാഹിന്റെ അൽ അഹാദീസുൽ കുല്ലിയ എന്ന് മൂപ്പർ ക്രോഡീകരിച്ചതാണ് എന്ത് ഇമാം നബവി എടുത്തു കൊടുത്തു. അതിലേക്ക് 16 ഹദീസുകൾ കൂടി ചേർത്തു. അല്ലാഫ ഇലൈഹ, അല്ലാഫ എന്ന ചേർത്തു. ഫസാറ 42 ഹദീസ്. അങ്ങനെയാണ് 42 ഹദീസ് ആയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ 42 ഹദീസിൽ 26 ഹദീസ് ഇബ്നു സലാഹ് ക്രോഡീകരിച്ചതിൽ നിന്നാണ്. ആ 26 ഹദീസും അതിന് പുറമെ 16 ഹദീസുകളും ചേർത്തിട്ടാണ് 42 ഹദീസുകളായി ഇമാം നബവി റഹിമഹുല്ല ഇത് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇതാണ് അൽ അർബഊന അൻ നബവിയ്യ എന്ന് പറയുന്ന കിതാബിനെ കുറിച്ച് 5 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാകണം. അത് നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇതിന് ഒരുപാട് സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു കിതാബാണിത്. വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുള്ള കിതാബാണ് അൽ അർബഊന അൻ നബവിയ്യ. അതിന് ഒരുപാട് ശറഹുകൾ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അത് എണ്ണി പറഞ്ഞിട്ടുള്ളത് 50ഓളം ശറഹുകൾ അദ്ദേഹത്തിന് ശേഷം ജീവിച്ച പണ്ഡിതന്മാർ അറബിയിൽ ഈ അൽ അർബഊന അൻ നബവിയ്യ എന്ന കിതാബിന് ശറഹ് എഴുതിയിട്ടുണ്ട്. 50ഓളം ശറഹുകൾ അറബിയിൽ. അതിൽ മത്ബൂആയ പ്രിന്റ് ചെയ്ത ശറഹുകളുണ്ട്. അതുപോലെ തന്നെ മഖ്തൂത്ത്, ഇന്നും കയ്യെഴുത്തായിട്ട് നിലനിൽക്കുന്നതുണ്ട്. പലതും മഫ്കൂദായിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചില പണ്ഡിതന്മാർ അത് എണ്ണി പറഞ്ഞിട്ടുള്ളത് 50 ശറഹുകൾ, 50ഓളം ശറഹുകൾ അറബി ഭാഷയിൽ തന്നെ ഈ കിതാബിന് വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ശരി, ഇതിൽ അദ്ദേഹം ഈ 40 ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് ആ രൂപത്തിൽ അർബഈനി ഈ 40 ഹദീസുകൾ ക്രോഡീകരിക്കുന്ന ഒരു ചര്യ മുൻഗാമികളായിട്ടുള്ള അഥവാ ഇമാം നബവിക്ക് മുമ്പ് പല പണ്ഡിതന്മാരും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് 40 ഹദീസുകൾ ക്രോഡീകരിക്കുക എന്നുള്ളത്. ആ വിഷയത്തിൽ ചില ദുർബലമായ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് ഈ ഇമാം നബവി റഹിമഹുല്ല തന്നെ ഇതിനൊരു മുഖദ്ദിമ, ഒരു മുഖവുര പറഞ്ഞിട്ടുണ്ട്. അതിൽ മൻ ഹഫിള അലാ ഉമ്മതി 40 ഹദീസൻ മിൻ അംരി ദീനിഹാ, ആരെങ്കിലും ഈ ദീനിന്റെ കാര്യങ്ങളായി പഠിപ്പിക്കുന്ന ഹദീസുകളിൽ നിന്ന് 40 ഹദീസ് ഹിഫ്ള് ചെയ്താൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമത്തി ഫീ സുംറത്തിൽ ഫുഖഹാഇ വൽ ഉലമാ, അല്ലാഹു നാളെ പരലോകത്ത് അവരെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അതുപോലെ തന്നെ ഫഖീഹുകളുടെ കൂട്ടത്തിൽ അല്ലാഹു എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ആ അർത്ഥത്തിലുള്ള വേറെയും ഒരുപാട് ഹദീസുകളുണ്ട്. ഈ ഹദീസുകളൊക്കെ ഇതിന്റെ മുഖദ്ദിമ അറബി അറിയുന്ന ആളുകൾ വായിച്ചു നോക്കാവുന്നതാണ്. ഇമാം നബവി റഹിമഹുള്ളയുടെ ഈ അൽ അർബഊന നബവിയ്യക്ക് കൊടുത്തിട്ടുള്ള മുഖദ്ദിമ അറബി അറിയുന്ന ആളുകളൊന്നും എന്ത് ചെയ്യാം? വായിച്ചു നോക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഗ്രൂപ്പിൽ ആ മുഖദ്ദിമ അത് പോസ്റ്റ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് വായിച്ചു നോക്കി വെറുതെ. തയ്യും. പക്ഷെ ഈ ഹദീസുകൾ എല്ലാം ഈ 40 ഹദീസുകൾ ക്രോഡീകരിച്ചാൽ ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഫضലുകളുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവന് ശുപാർശ ചെയ്യും
പോലെയുള്ള പല ഹദീസുകളും വന്നിട്ടുണ്ട്. ആ ഹദീസൊക്കെ ദുർബലാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ 40 ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. മറിച്ച് മുൻഗാമികളായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് തുടങ്ങി വെച്ച അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഈ 40 ഹദീസുകൾ ക്രോഡീകരിക്കുന്ന പണി ചെയ്തിട്ടുണ്ട്. അവരെ പിന്തുടർന്നുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അല്ലാതെ ആ ഹദീസ് അവലംബിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ ചെയ്ത പണി ഞാനും എന്ത് ചെയ്തു? അവരെ പിന്തുടർന്ന് ചെയ്തതാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ് ഉണ്ടല്ലോ. എന്താണ് ഹദീസ്? ലിയുബല്ലിഗി ഷാഹിദു മിൻകുമുൽ ഗായിബ. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് റസൂൽ പറഞ്ഞില്ലേ, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ദഅവത്തിന്റെ അല്ലെങ്കിൽ ദീനിന്റെ പ്രബോധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകൾ മാനദണ്ഡമാക്കിക്കൊണ്ടതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ 40 ഹദീസുകളെ ക്രോഡീകരിച്ചിട്ടുള്ളത് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ത്വയ്യിബ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ പേപ്പറിലുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആരാണ്, ഏത് കിതാബ് നമ്മൾ പഠിക്കുന്നത്, ആരെഴുതിയതാണ്, എന്താണ് ആ കിതാബിലുള്ളത്, എത്ര ഹദീസുകളാണ് എന്നുള്ളതൊക്കെ ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പറിൽ തന്നെ എഴുതി തന്നിട്ടുള്ളത്. ഇത് നിങ്ങളെ നോട്ടിലുണ്ടാകണം. അറബിയിൽ നമ്മൾ പേരുകൾ എഴുതാനും പഠിക്കണം. നമ്മൾ ഹിഫ്ള് ചെയ്യണം. ബറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.